ഭരണകൂടങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് മാത്രം ആലോചിക്കേണ്ട വിഷയമല്ല വയനാടിന്റെ കണക്ടിവിറ്റി ഇഷ്യൂ. അതിപ്രധാനമായിട്ടുള്ള ഈ ഭൂപ്രദേശത്തെ ജനതയെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തവും വ്യക്തവുമായ പദ്ധതികളും പരിപാടികളും സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചുരം ബൈപ്പാസ് എന്നുള്ളത്. ചിപ്പിലിത്തോട്, മരുതിലാവ്, തളിപ്പുഴ ബൈപ്പാസ്. ആ ബൈപ്പാസിന്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കൺസൾട്ടൻസിക്ക് വേണ്ടി ടെൻഡർ വിളിച്ചെങ്കിലും ആ ടെൻഡറിൽ ആരും പങ്കാളിയാവാതെ നമ്മൾ ആ ടെൻഡറിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ടെൻഡർ ആരും എടുക്കാതെ ഇപ്പം മുന്നോട്ട് പോയിരിക്കുകയാണ്. റീടെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി ആവിഷ്കരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡാണ്. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഒരു ജനതയോടും ഒരു പ്രദേശത്തോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഭരണകൂടവും കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയുടെ പ്രതിഫലനമാണ്. 1994 സെപ്റ്റംബർ മാസം 24-ാം തീയതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത പദ്ധതി അതിനാവശ്യമുള്ള 52 ഏക്കർ ഭൂമി വനഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി 104 ഏക്കർ വനഭൂമി തിരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയതാണ്. ഇതിൽ ഏറ്റവും ഗൗരവതരവും രസകരവുമായ കാര്യം വനം വകുപ്പിന് വിട്ടുകൊടുത്ത മേഖല വനമായി മാറി. പക്ഷേ തിരിച്ച് റോഡിന് വേണ്ടി വിട്ടുകിട്ടേണ്ട 52 ഏക്കർ ഭൂമി ഇതുവരെ വിട്ടുകിട്ടിയില്ല. വനം മന്ത്രിയുടെ മുമ്പിൽ, ശശീന്ദ്രൻ മിനിസ്റ്ററുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം കൽപ്പറ്റ കളക്ടറേറ്റിലെ യോഗത്തിൽ വിട്ടുതന്ന ഭൂമിക്ക് പകരം ഭൂമി വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഭൂമി വിട്ടുതന്നിട്ടില്ല എന്ന് കള്ളം പറയുന്ന വകുപ്പായി വനം വകുപ്പ് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ അതിന്റെ എല്ലാ രേഖകളും ഉണ്ട്. മാത്രമല്ല പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഒരൊറ്റ ഹെയർപിൻ ബെൻഡിന്റെ ആവശ്യമില്ല, ഒരൊറ്റ വൻകിട പാലങ്ങളുടെ ആവശ്യമില്ല, ഒരു മല ഇടിച്ച് നിരത്തേണ്ട ആവശ്യകതയില്ല. കേവലം 4 ചെറിയ പാലങ്ങൾ മാത്രം മതി. വളരെ സുഗമമായി ഈ 23 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ 70% പ്രവർത്തനവും പൂർത്തീകരിച്ചു. ഇനി ബാക്കിയുള്ളത് 30% പ്രവൃത്തി മാത്രമാണ്. പൂഴിത്തോട് ഭാഗത്തും പടിഞ്ഞാറത്തറ ഭാഗത്തും ഫോറസ്റ്റ് വരെയുള്ളതായ പ്രവൃത്തി ടാറിങ്, മെറ്റലിംഗ് രണ്ടുമായി റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പുറവും ഇപ്പുറവും ഫോറസ്റ്റിന് ഇടയിലൂടെയുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത്. മലബാറുമായും കർണാടക, തമിഴ്നാടുമായും ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ റോഡായി ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ദശാബ്ദങ്ങളോളമായിട്ടുള്ള കാത്തിരിപ്പിന് ഒരു ജനത മുഴുവൻ വീർപ്പുമുട്ടുന്നത്. ഇപ്പോ ഞാൻ അസംബ്ലിയിൽ കോളിംഗ് അറ്റൻഷനായി, ബഡ്ജറ്റ് സ്പീച്ചിൽ, നിവേദനമായി, അല്ലാതെ സബ്മിഷനായി ഒക്കെ ഏറ്റവും കൂടുതൽ തവണ ആവശ്യപ്പെട്ടതായിരിക്കുന്ന സബ്ജക്ട് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ ഇംപ്ലിമെന്റേഷനാണ്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. 1.5 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചു. അതിൽ വയനാട് ഭാഗത്തെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി. നിർഭാഗ്യവശാൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കരാറെടുത്ത ഊരാലുങ്കൽ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ എല്ലാവരെയും നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 18-ാം തീയതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നമുക്ക് അനുവദിച്ചതായ സമയപരിധി കഴിയുകയാണ്. ഈ സമയപരിധിക്കകം കോഴിക്കോട് ഭാഗത്തെ സർവേ നടപടികൾ പൂർത്തീകരിച്ചാൽ ഇതിന്റെ സർവേ പൂർത്തിയാവുകയും വീണ്ടും സമയം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നമുക്ക് ആവശ്യമായി വരില്ല. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഇൻവെസ്റ്റിഗേഷന് ഫോറസ്റ്റിന്റെ പെർമിഷൻ കിട്ടാൻ വലിയ കഠിനാധ്വാനം നടത്തേണ്ടി വന്നു. ഞങ്ങൾ പുറത്തേക്ക് വല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇനി അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത്. എത്ര തവണ ഇവരെ വിളിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ, ഇവരെ പോയി കണ്ടിട്ടുണ്ട്. ഈ പദ്ധതികൾക്ക് മുഴുവൻ തുരങ്കം വെക്കുന്ന പ്രധാനപ്പെട്ട പണി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെതാണ്. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം പരിഗണിക്കുന്നതിന് പകരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിമിതമായ തലത്തിലൂടെ കടന്നുപോകുന്നത് ഒരു കാരണവശാലും ആശാസ്യകരമായ ഒരു നിലപാടല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മന്ത്രിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒരു ജനതയുടെ ജീവൽ പ്രശ്നത്തോട് മാന്യമായും സഹാനുഭൂതിപരമായും നിലപാട് സ്വീകരിക്കണം. 1994 പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് അട്ടിമറിക്കാനുള്ള അതേ റിപ്പോർട്ട് 2025-ലും 2024-ലും തയ്യാറാക്കുകയാണ് വനം വകുപ്പ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ വയനാടിന്റെ കണക്ടിവിറ്റി പ്രശ്നം ഏറെ ഗൗരവതരമായ ഒരു പ്രദേശത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. ആ ഘടകത്തോട് നീതി പുലർത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സർക്കാരുകളും തയ്യാറാകണം എന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഈ കാര്യത്തിലൊന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയമില്ല, വിഭാഗീയതയില്ല. ഇത് ഒന്നിച്ചുള്ള വയനാടിന് വേണ്ടിയുള്ള ഒന്നിച്ചുള്ള മൊത്തമായിട്ടുള്ള ഡിമാൻഡാണ്.